അതേപോലെ തന്നെ ചിലര് പുറത്തു പോവുകയാണ്. ഞാൻ പറയുന്നത് നിത്യമായിട്ട് ചിലപ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടു പോകത്തില്ലായിരിക്കാം, അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ പോകായിരിക്കും, പോകത്തില്ലായിരിക്കും, അതിനെപ്പറ്റിയല്ല പറയുന്നത്. പക്ഷെ നിത്യമായിട്ട് നഷ്ടപ്പെടുന്ന ചില ദൈവിക പദ്ധതികൾ നമ്മളുടെ ജീവിതത്തിലുണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവസാനം നമ്മൾ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ റിഗ്രറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് സ്വർഗത്തിലോ നരകത്തിലോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ദൈവം അവസാനം പറയുകയാണ്, ദൈവത്തിന്റെ ഒരു ഫോർ പ്ലാൻ കാണിച്ചിട്ട് പറയുകയാണ്, ഇതായിരുന്നു നിന്നെപ്പറ്റിയുള്ള ദൈവിക പദ്ധതി ആൻഡ് യു മിസ്ഡ് ഇറ്റ്. നീ ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു, നീ ഭൂമിയിലെ കാര്യങ്ങളെല്ലാം സമ്പാദിച്ചു, ഇല്ലെങ്കിൽ സമ്പാദിച്ചില്ല, പല കാര്യങ്ങളും പ്ലാനുകളും പദ്ധതികളും നിന്റെ ജീവിതത്തിൽ നടന്നു, ബട്ട് യു മിസ്ഡ് ഗോഡ്സ് പ്ലാൻ. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ദൈവത്തിന്റെ പദ്ധതി യേശുക്രിസ്തുവിനെ പറ്റിയുള്ളത് ഒരു പുസ്തകച്ചുരുളിൽ എഴുതിയിരുന്നു, നമ്മളെ പറ്റിയുള്ളതും എഴുതിയിരിക്കുന്നു. അബ്രഹാമിനെ പറ്റിയും ഇസ്ഹാക്കിനെ പറ്റിയും ഏശാവിനെ പറ്റിയും യാക്കോബിനെ പറ്റിയും ഉള്ളതെല്ലാം എഴുതിയിരുന്നു. എന്നാൽ ആ ഫുൾഫിൽമെന്റിൽ നിന്ന് പുറത്തു പോകുന്ന വ്യക്തികൾ അവസാനം നമ്മൾ മനസ്സിലാക്കുകയാണ്, ദൈവിക പദ്ധതി ഇതായിരുന്നു, ഐ മിസ്ഡ് ദാറ്റ്. നിത്യത നഷ്ടപ്പെടുന്നോ ഇല്ലയോ എന്നുള്ളത് വേറൊരു വിഷയം. ചിലർക്ക് നിത്യത നഷ്ടപ്പെടും, ചിലർക്ക് നിത്യമായ ചില കാര്യങ്ങൾ നഷ്ടപ്പെടുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്ലാനുകൾ ദൈവത്തിന്റെ അടുത്ത് പറയുകയും ആ പ്ലാനുകൾ ചിലപ്പോൾ സക്സസ് ആവുകയും അതായിരിക്കും നമ്മുടെ സാക്ഷ്യം. ചിലപ്പോൾ ദൈവം എന്തൊക്കെ എനിക്ക് ചെയ്തു തന്നു എന്നുള്ളത്, എന്റെ ജീവിതത്തിൽ ദൈവം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കുകയും അതിൽ കൂടി അതിലാണ് ഞാൻ നിൽക്കുന്നതെന്നുള്ള ഉറപ്പുണ്ടാവുകയും അത് ഫുൾഫിൽ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. അതാണ് പലരുടെയും ജീവിതത്തിൽ മിസ്സാവുന്നത്. പലരെ സംബന്ധിച്ചിടത്തോളം ദൈവിക പ്ലാൻ എന്താണെന്ന് പോലും മനസ്സിലാകാതെ ഉള്ള ജീവിതമാണ്. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ മനസ്സിലാക്കുകയാണ്, വി മിസ്ഡ് ഇറ്റ്. നമ്മൾ അതിൽ നിന്ന് പുറത്തുപോയി. ഞാനിത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ 15ാമത്തെ വിവാഹ വാർഷികമായിരുന്നു. ഞാൻ ഇങ്ങനെ പല കാര്യങ്ങളും വർഷങ്ങൾക്ക് മുമ്പ് പുറകിലേക്ക് ചിന്തിച്ചു നോക്കുകയായിരുന്നു. ഞാൻ ചിന്തിച്ച പല കാര്യങ്ങളും ചില കാര്യങ്ങൾ ചുരുക്കമായിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനി പറയുന്നത് വേറൊന്നിനു വേണ്ടിയിട്ടല്ല, ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നമ്മൾ മുമ്പോട്ട് പോകേണ്ട ആവശ്യകത എന്നെ ദൈവം മനസ്സിലാക്കി തരികയായിരുന്നു. അബ്രഹാമിന്റെ ജീവിതത്തിലും ഇസ്ഹാക്കിന്റെ ജീവിതത്തിലും യാക്കോബിന്റെ ജീവിതത്തിലും ഒക്കെ മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്. അബ്രഹാമിന്റെ അടുത്ത് വലിയ മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്. പക്ഷെ ഈ മിസ്റ്റേക്കുകളൊന്നും ദൈവിക പദ്ധതിയെ തടസ്സപ്പെടുത്തുന്നില്ല. പക്ഷെ ഡിസിഷൻസ് ദൈവിക പദ്ധതിയെ തടസ്സപ്പെടുത്തുകയും അവർ ഔട്ടാവുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രശ്നങ്ങളും ഏത് നമ്മുടെ തെറ്റുകൾ പോലും നമ്മൾ ദൈവിക പദ്ധതിയിൽ നമ്മളെ പുറത്താക്കുകയില്ല. എന്നാൽ നമ്മൾ എടുക്കുന്ന ചില ഡിസിഷൻസ് ഉണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോകുന്ന നമ്മളുടെ ഡയറക്ഷൻസ് ഉണ്ട്, അത് നമ്മളെ ദൈവിക പദ്ധതിയിൽ നിന്ന് പുറത്തു കളയും. അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടവും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. നിത്യതയെ വിലയുള്ളതായിട്ട് ദൈവിക പദ്ധതി എന്താണെന്ന് അന്വേഷിക്കാതെ, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് തിരിച്ചറിയാതെ, അതുകൊണ്ടാണ് റോമാലേഖനം 12ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നവർ. ദൈവത്തിന് എന്നെപ്പറ്റി ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ 3 ദിവസം വന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ച് കൈയടിച്ചിട്ട് പോവുക എന്നുള്ളതല്ല. ദൈവത്തിന്റെ സ്പെസിഫിക് പദ്ധതിയുണ്ട്. അത് ഒന്നുകിൽ ഫുൾഫിൽ ആവും, ഒന്നുകിൽ ഫുൾഫിൽ ആകാതെ ഇരിക്കും എന്നുള്ളത് മനസ്സിലാക്കി ദൈവത്തിന് എന്നെ എവിടെയായിരിക്കണം, ഏത് സമയത്ത് എവിടെയായിരിക്കണം, എന്ത് ചെയ്യണം, എല്ലാത്തിനെ പറ്റിയും ക്ലിയർ ആയിട്ടുള്ള പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പുറത്താണോ അകത്താണോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ദൈവിക പദ്ധതിക്കുള്ളിൽ നിൽക്കുന്നത് പോലത്തെ സുരക്ഷിതത്വം ലോകത്തെവിടെയും കിട്ടുകയില്ല. ഒരു ദേവദാസനോട് ചോദിച്ചു, ലോകത്തെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം ഏതാണ്? ഓസ്ട്രേലിയ ആണോ, ജർമ്മനിയാണോ, അമേരിക്കയാണോ, UK ആണോ, കാനഡയാണോ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം എന്നത് ദൈവഹിതത്തിന്റെ നടുക്ക് നിൽക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് നടുക്ക് നിൽക്കുക, അത് അറിയുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ലാത്തത് ഒരു അരക്ഷിതാവസ്ഥയാണ്. നമ്മളെപ്പോഴും അരക്ഷിതരായിരിക്കും, എപ്പോഴും നമ്മൾ ടെൻഷനിലായിരിക്കും, നമ്മളെപ്പോഴും പ്രഷറിലായിരിക്കാം. കാരണം നാളെ എന്താ സംഭവിക്കുന്ന അറിയത്തില്ല. നാളെ ഒരു വണ്ടി ഇടിച്ച് നമ്മൾ തട്ടിപ്പോകും, നമുക്കറിയത്തില്ല. കാരണം ദൈവിക പദ്ധതിയിലാണെങ്കിൽ പിന്നെ അതിനെപ്പറ്റി പഠിക്കേണ്ടി വരില്ല. ഇനി ഞാൻ അന്നേരം പറഞ്ഞത്, ഞാനിങ്ങനെ പല കാര്യങ്ങളും ചിന്തിക്കും.